What? What are we calling? സാരിന്ന് കൊള്ളാം കേട്ടോ. I know, thanks. എന്തോ ചെയ്യാനാണോ? ഈ കോളേജിലെ എല്ലാ കാര്യത്തിലും ഞാനേ ഉള്ളൂ. അത്തപ്പൂ, തിരുവാതിരാളി, മാവേലി. അയ്യോ മാവേലി. ഹലോ മാവേലി സെറ്റല്ലയോ? വേറെ തവണയാകുമ്പോ വരണേ. ഹലോ ഹലോ സെറ്റല്ലയോ? ഹലോ അല്ല, എന്നാൽ ഈ മാവേലിയുടെ കോസ്റ്റ്യൂമിന് എത്രയായി കാണും? 1300. 1300? ഈ റെന്റിന് എടുത്തേനോ? കൊള്ളാം എന്നേടെ. 1300 അല്ല 10,000 രൂപയായാലും ഈ വർഷത്തെ മാവേലി നമ്മൾ ബികോം തന്നെ. അതത്രേ ഉള്ളൂ. അല്ലേ, എനിക്കറിയാൻ മേലാണ്ടിരിക്കോ ഞാൻ തന്നെ മാവേലി ആവണോ? ആവണം. ഇച്ചിരി വെറൈറ്റി ഇരിക്കട്ടെ. അതിലോ കൊമ്പും കവരൊക്കെയുള്ള മാസം മാവേലി ഇറക്കാവുന്ന. എന്നാ പിന്നെ നിനക്കങ്ങ് ആയപ്പോരെ? നിനക്കാകുമ്പോ മാവേലിയുടെ ഫിഗറൊക്കെ ഉണ്ടല്ലോ. എന്തിനും മാവേലി അവൻ ഷർട്ടൊക്കെ കഴിക്കണം. എന്നിട്ട് വേണം നിങ്കി മിങ്കി നാട്ടുകാരെ മൊത്തം കാണാൻ. അവസാനം പരിപാടികളായ പിള്ളേർ വേണ്ടി ഇങ്കി മിങ്കി കറന്നെടുക്കും. അല്ല, ഇനി സാധനം ആര് കൊണ്ടുവരും? കസിനുണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. നീല തുമ്മിക്ക് ചുമല ടോമിക്ക്, നീല തുമ്മിക്ക് ചുമല ടോമിക്ക്, നീല തുമ്മിക്ക് ചുമല ടോമിക്ക്. കർത്താവ്, ഇത് മാറിപ്പോ. ആരുടെ ഈ സമയത്ത് ഫോൺ? ഹലോ ജോക്കട്ട ചേട്ടാ, നിങ്ങളിത് എവിടെ? ഇത് എവിടെയാണോ ഇത് നിങ്ങൾ? ഞങ്ങൾ ഈ റോഡിലുണ്ട്, ഹോസ്റ്റലിലെ. എവിടെ? കണ്ട് പറഞ്ഞാലും നേരത്തെ വന്നല്ലേ. നീല ടോമിക്ക് ചുമല ടോമിക്ക്. ഓക്കെ. തൊമ്മിയാ? ഏത് തൊമ്മി? കസ്റ്റമർ സീക്രട്ട് ഒന്നും നമുക്ക് പുറത്ത് പറയാൻ പറ്റത്തൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ക്ലയൻറ്റാ. പോട്ടെ. ഓക്കെ, പുള്ളി നോക്കിയിരിക്കുക. അല്ല, ഇതിന് ലേബലൊന്നുമില്ലേ? പിന്നെ വാറ്റിനല്ലേ ലേബില്? അല്ലെങ്കിൽ സാധനം എന്നുള്ള നോട്ടൊന്നും അളിയില്ലല്ലോ. ഏതായാലും കിട്ടിയെടുത്ത് കമത്തിയാൽ പോരെ. ഇക്കഴിഞ്ഞ ഓണപ്പരിപാടിക്ക് ഇതുപോലെ 3 പെഗ് പിടിച്ച് കലവറയിലോട്ട് കയറിയിട്ട് പിച്ചടി പാത്രം കൊണ്ട് അങ്ങ് ഇറങ്ങി വിളമ്പാൻ കോങ്ങൻ. താഴെ കളഞ്ഞോടാ നീ. അയ്യോ, താഴെ പോയെങ്കിൽ എങ്ങ് പോട്ടെന്ന് നോക്കാം. നേരെ ആ പിച്ചടി പാത്രത്തിൽ അത് നിറച്ച് വാള് വെച്ച് നാറി. എന്നിട്ടെന്തോ ഒരു 10 രൂപ കളയാൻ പറ്റും. വാളിനും അതിനും ഒരേ കളറാണ്. ഞാൻ രണ്ടുകൂടെ കൂട്ടി അങ്ങ് വിളമ്പി. ഞാനറിയാൻ മതി. അയ്യേ, ഇപ്പൊ ഞാൻ തിന്നത് മേടിക്കട്ടെ. നമ്മൾ 3 പേരും പച്ചടി കൂട്ടിയില്ല. പക്ഷെ പ്രിൻസിപ്പിള് പടപട മേടിച്ച് തട്ടുന്നുണ്ടായിരുന്നു. പോരാത്തതിന് പിന്നെ മേടിച്ച് കഴിക്കുകയും ചെയ്തു. വൃത്തികെട്ടവന്മാര്. ഈ പ്രാവശ്യം 2 പൊക്കി കൂടുതൽ കൊടുക്കലേട്ടാ. പിന്നെ പൂ വാങ്ങിക്കാനുള്ള പൈസ വെച്ച് നമ്മൾ അടിക്കുന്നത്. അതുകൊണ്ട് ആരും അറിയില്ല. മാറും. ദൈവമേ, ഒന്നും ഓർമ്മയും കിട്ടുന്നില്ലല്ലോ. ഈ ആടൊക്കെ തന്നെ ഇവിടെ. ഇപ്പൊ അതാണ് ഇവിടുത്തെ പ്രശ്നം. അതൊരു പ്രശ്നമാണ്. എന്നാലും കോളേജിൽ ഓണപ്പരിപാടി ഇപ്പൊ തുടങ്ങും. കറക്റ്റ് സമയത്ത് മാവിലെത്തിയില്ലെങ്കിൽ പാർട്ടിക്കാരിടി, പിള്ളേരടി, കോളേജിൽ യൂണിയൻ്റെ ഇടി. പിന്നെ നിന്റെ മൈദാമാവ് ഇരിക്കുന്ന വയറുണ്ടല്ല, അത് ഇടിച്ചമാര് പൊറോട്ട പരിവാക്കും. എന്തൊരു വഴി. ഗിൽമേഷനും കാണുന്നില്ല. ആ ചെറുക്കൻ എന്ത് ചെയ്യും? അവനല്ലേ മാവേലി. നീ ശരിക്കും ഗിൽമേഷിനെ ഇവിടെ എല്ലാം തപ്പിയെന്ന് ഉറപ്പാന്നോ? ഇവിടെ ഇനി നിന്റെ അണ്ടർവെയറുടെ ഉള്ളൂ. ബാക്കിയല്ല ഞാൻ തപ്പി. പിന്നെ ഇത് ഏത് പൊനത്തിൽ പോയി കിടക്കണ ദൈവമേ. ഇനി ഇപ്പൊ ടെൻഷൻ അടിച്ചിട്ടൊന്നും കാര്യമില്ല. നീ അവിടെ പതുക്കി ഇരുന്ന് ആലോചിക്കും. ഓക്കെ. ഇന്നലെ നമ്മൾ കുപ്പി എടുത്ത് വെള്ളം കോഴി, ആട്, പശു, എന്താ ഫാമാണോ ഇത്? ഇനിയിപ്പോ വേറെ വഴിയൊന്നുമില്ല. നമുക്ക് ആ ജോക്കുട്ടിന്റെ അടുത്ത് പോയി നോക്കാം. അവന്റെ ഇതെല്ലാം ക്ലൂ കിട്ടിയാലേ. വാ. പുല്ലന്മാരെ എന്നെങ്ങനെ എൻ്റെ കൈ കിട്ടി വലിച്ചാൻ കീറും. എന്നാലും എന്ത് മാട്ട സാധനമാണോ ഇന്നലെ അടിച്ചത്? എന്തോ മാട്ട സാധനം തന്നെ. കിട്ടിയ സാധനം അടിച്ചല്ലേ പറ്റൂ. ദേ വരുന്ന കാലമാരെ
നോണ്ടാ ചോക്കിട്ട് ഞങ്ങൾ ഇന്നലെ എവിടെ സ്കൂട്ടർ ആവല്ല സ്ക്രൂ ഡ്രൈവർ വന്നപ്പോഴേക്കും കണ്ടത് എനിക്ക് അറിഞ്ഞൂടാ കാല എന്തിനാടാ കൊന്നിട്ട് ഇനി ഇത് പറഞ്ഞാൽ ഞാൻ നിന്റെ തല്ലിക്കൊല്ലും. തൊമ്മി സാറേ ബ്രോ ഞങ്ങളുടെ ഉള്ളതിനെ കാണുന്നില്ല ഇന്നലെ തൊട്ട് അടിച്ചല്ല ഞങ്ങൾക്ക് വേറെ ഓർമ്മയില്ല. ശരിക്കും ഇനി പൊടി അങ്ങനെ കൂടിപ്പോയോ? നിനക്കൊക്കെ ശരിക്കും ഒന്നും ഓർമ്മയില്ല? ഇയാളോട് പിന്നെ ഇത്ര നേരം കമ്പിക്കഥ എന്ന് പറഞ്ഞോണ്ട് അല്ല ഇയാളെ എപ്പോഴും ഞങ്ങൾ സ്കൂട്ടറൊക്കെ മേടിച്ചത്. I was waiting for a long time. ഈ ബാബരനെ ഇങ്ങനെ ഒന്ന് കാലത്തടി കിട്ടാൻ ഇത് ബാബയിലൂടെ മറ്റാടാ ഇന്ന് വരെ ഞാൻ ചവിട്ടി തക്കും മണ്ണിനെട്ടിയിൽ. ഈ പാലം കോൺക്രീറ്റ് ആണ്, മണ്ണല്ല. നിങ്ങളെന്നാണോ ഇവിടെ? തെരയെണ്ണ വന്നതാ. ഈ ആറ്റിലോ? അല്ല ഫാമിലി ഓഡിയൻസ് പൂഞ്ഞാറ്റില്ലെന്ന് ഉദ്ദേശിച്ചത് വേറെ ഒന്നും അല്ല കേട്ടോ. ഒന്നുകൂടെ അടിച്ച് ചാർജായിട്ട് നിൽക്കുവോ അല്ലേ? പിന്നെ പവർ ബാങ്ക് ഇല്ല പുറത്ത് മാറി പെണ്ണെ പട്ടി 3-4 പെഗഡ് എനിക്ക് ഓർമ്മയില്ല. ഞാനിപ്പോ എയർലൈൻ നടക്കുന്നത് അറിയാമോ നിനക്ക്? നിനക്കറിയാം ഞങ്ങളൊന്നും ദൈവമേ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീല ടോമിക്ക് ചുമല ടോമിക്ക്. ഓക്കെ ഇനി അങ്ങാർക്കുള്ള കുപ്പിയാണോ യുവമാർക്ക് എടുത്ത് കൊടുത്തേ? ഞാൻ പറഞ്ഞില്ലേ കൂടിയ പുള്ളിക്ക് ഒരു പവർ സാധനം വേണമെന്ന്. അപ്പോൾ അതാ നിങ്ങളെടുത്ത് അടിച്ചല്ലേ? അപ്പൊ ഞങ്ങളുടെ കുപ്പി കസ്റ്റമർ സീക്രട്ട് ആണ്. അത് നമ്മൾ തൊമ്മി സാറിന് കൊണ്ട് കൊടുത്തു. ഏത് ചുരുളി തുമ്മിയ നീ തുടങ്ങണ്ടോ? അച്ഛേ അതല്ല ഇത് മൊത്തം 8ാം ക്ലാസ്സിലെ അപ്പൊ നീ പിച്ച് പറിച്ചെന്റെ പാടാ. എന്റെ വണ്ടി കണ്ട ഇന്നവനെ ഞാൻ ഗ്രില്ലടിക്കും നീ കണ്ടോടാ. ആ നേരത്തെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. പിന്നെ 3 കൂടെ അല്ല എന്റെ വണ്ടി എടുത്തോണ്ട് പോയത്. എന്നാ പിന്നെ തൊമ്മി സാറിന്റെ വീട്ടിൽ പോയല്ലേ എന്തെങ്കിലും ക്ലൂ കിട്ടിയല്ലേ? അത് പിന്നെ ഞാൻ പറഞ്ഞോ വണ്ടി വേണേ മതി, വാ ഇങ്ങോട്ട്. ഓ ഓപ്പ് ദോരിക്കും നിന്റെ വണ്ടി താക്കോലതിലുണ്ട്. എന്നാ പോയി എടുത്താലോ? നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പുറകിന്ന് പോയെടുക്കാം. ടോമി ടോമി അവനെത്തി പോന്നു. അയ്യോ ഈ പൊട്ടന്റെ കാര്യം പിന്നെ കൊണ്ട് വാങ്ങിക്കോട്ടെ. 3-4 പേർക്ക് ഇന്ന് വാറ്റിന്റെ ഡീൽ ഉറപ്പിച്ചായിരുന്നു. പിന്നെ മൾട്ടിനാഷണൽ കമ്പനി ഇല്ലേ ഞാണ്ടിരിക്കുന്നു നിന്റെ ഗണ്ടി. വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല, വണ്ടി സേഫാ. കയ്യിൽ ഞാൻ എവിടോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്താ പറ്റാ? ഇത് കണ്ട ഹായ് നല്ല ലുങ്കി. ഇത് ഗിൽമിഷ്ടല്ലേ? നമുക്ക് അകത്തേറി നോക്കിയാലോ? അതൊക്കെ കയറി നോക്കണം. പോളാറ് കിടന്നിട്ട് ചില ചെറുക്കനോടെ മുന്നും പിന്നും കയറി കിടക്കണം. എന്നതാണോ നീയൊക്കെ ഈ പുള്ളിയെ കാണിച്ചു വെച്ചേക്കുന്നത്? ശവപ്പടി കാണി അടിക്കേണ്ടി വരുമോ? എന്താടാ ശ്വാസം ഇല്ലേ? ശ്വാസം ഉണ്ട്, പക്ഷെ ഈ നാറി പല്ലിയെ കയറില്ലെന്നു മുടിഞ്ഞ മാറ്റം. ഓ എന്ത് ദൈവം. ടോമി ഈ നാറി പട്ടി വിളിക്കുന്ന എന്നെ വിളിക്കുന്ന പലവട്ടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലപ്പോ ഇതായിരിക്കും ഇനി നമ്മുടെ അടുത്ത കുളു. എടാ നിങ്ങൾ വന്നപ്പോൾ ഉള്ളത് നോക്കണം. നോക്കൂല്ലേ നമ്മള് ഇപ്പൊ മനസ്സിലായി ഗിൽമേഷിനെ ലുങ്കി പോയത് എങ്ങനെയാന്ന് മനസ്സിലായി. വേണ്ട ഇനി നിങ്ങൾ ഇറങ്ങുന്നത് നോക്ക്. ഇതാര്? എടാ ഇത് നമ്മുടെ കള്ളൻ ചന്ദ്രപ്പനല്ലേ? അറിയാമോ അവനെ? പിന്നെ ഇവനല്ലേ നമ്മുടെ വാറ്റിനുമായിട്ട് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവനെ പൊക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. തൂക്കാൻ പറ്റുമോ? പിന്നെ എപ്പോൾ തൂക്കിയെന്ന് ചോദിച്ചാൽ പോരെ, ഇപ്പൊ സെറ്റപ്പ് ആക്കി തരാം. ഹലോ നിങ്ങൾ പോകും വഴി വീട്ടിൽ കയറി പൈസ മുക്കും ഞാൻ. എടാ മോനെ. ചന്ദ്രപ്പ വാടാ മോനെ, വാ വാ. അടിക്കാൻ വിളിച്ചാണാ? അടി മാത്രമല്ല ടച്ചിങ്സിന് ഇടിയും ഉണ്ട്. ചതി വഞ്ചന ഇത് ഞാൻ സഹിക്കില്ല. ഒന്ന് പോടെ ചെയ്യുമ്പോ നീ പിടിയിടവനെ ആറ കമ്പിയില്ല ജല്ല് പണിഞ്ഞു എവിടെ ഫാക്ടറി പൂട്ടിപ്പോയതാ? ഇപ്പൊ തന്നെ വേണോ? പിന്നെ പറഞ്ഞാ പോരെ. പാലത്ത് മൊത്തം പെങ്ങളെ ചെളി. ഇങ്ങനെ ഓടുന്നു നിൽക്കണ അവിടെ.
എന്നിട്ട് ഓടിക്കരുത്, നിൽക്കാൻ. ഷോർട്ട് കട്ട്. ആര് ഹുസൈൻ ബോൾട്ടിന്റെ മോനാ? നിലടാ അവിടെ. പട്ടിക്കാട് ഈ 12 കിലോമീറ്റർ ഓടിച്ച് കിട്ടിയില്ല, പിന്നെ അരിച്ചാക്ക്. തോടേതോ റോഡേതോ അറിഞ്ഞുകൂടല്ല പണ്ടാരം. ഓ ഓ എന്നെ ഓട്ടോ അല്ലേന്ന് അറി. പേടിച്ചു പോയോ? പേടിക്കണ്ട. ഇയാള് നേരത്ത് കൊത്താടുത്ത് പോയി കിടക്കുമായിരുന്നു. ദോ പോണം, ദോ ദോ ദോ. ഓടിച്ചല്ലേ പിടിയാനെ. ഇനി ഇവൻ ഓടത്തില്ല, ചാടത്തില്ല ഇവൻ. അതെന്നാണ് അതിനിവിടെ ജനലില്ലല്ലോ. എന്തിനാണ് നാറി നീ തോമസ് സാറിന്റെ വീട്ടിൽ കയറി? കള്ളനല്ലടി, വീട്ടിലല്ലാതെ പിന്നെ കുപ്പിക്കകത്ത് കയറാൻ പറ്റുമോ? നിന്റെ ഒറിജിനൽ പേരെന്താ? ഹരിചന്ദ്രൻ. അല്ലല്ലോ ഈ ഹരി എന്ന് പേരുള്ളവന്മാരെല്ലാം ജന്മന കള്ളന്മാരാ. നീ പ്രവർത്തിക്ക് പറ്റിയ പേര് തന്നെ. നീ ഇന്നലെ അവിടെ എന്തിനു കയറി? എന്തൊക്കെ തൂക്കി? എന്തിരിക്കുന്നതിനെ അവിടെ തൂക്കാൻ? നീക്ക് കൂടെ പഞ്ചറാക്കിയിട്ടിരിക്കുന്ന കിളവനെയോ? ആരോട് നടിക്കാൻ പോലും സമ്മതിക്കത്തില്ല. ഹലോ, തോമസ് സാർ വീട്ടിലുണ്ടോ? വീട്ടിലുണ്ടല്ലോ. പിന്നെ ഞങ്ങളൊക്കെ പിന്നെ റോഡിൽ നിന്ന് കൊണ്ടുവന്ന പാകളവാ. ആരുടെ വിലക്ക്? ഇപ്പൊ വീട്ടിലുണ്ടെന്ന് മനസ്സിലായില്ലേ? ഞാനൊരു സിഗ്നൽ ചെയ്യും, അപ്പോഴേ സ്വിച്ച് ഓഫ് ആക്കിയ സാധനം ഓൺ ആക്കാവുള്ളൂ. പാടി ദിവസം ഓരോരുത്തന്മാര് പറ്റിക്കാൻ വേണ്ടി വന്നോളൂ. എന്നെ കാണിച്ചു നോക്കും. അറത് കൊറേ കാലമായി നീയൊക്കെ തുടങ്ങിയിട്ട് നിനക്കൊന്ന് തൊമ്മി അറിഞ്ഞൂടാ. നിനക്കൊന്നും വരണ്ടേ ഇപ്പോ? നിന്റെ കാലവാരി നിലത്തടിക്കും. പഴയ സ്വഭാവം നിനക്കൊന്നും അറിഞ്ഞൂടാ. ഇതിൽ വെച്ച സാധനം നീ എന്റെ കടല കർത്താവിന്റെ കുപ്പി. ആദ്യം ഞാൻ ലൗലിക്ക് കൊടുത്ത ലവ് ലെറ്റർ നീ തൂക്കി, പിന്നെ പൂർണ്ണയ്ക്ക് കൊടുത്ത പൂവും കൊണ്ടുപോയി, ഇപ്പൊ ഞാൻ കാശ് കൊടുത്ത് മേടിച്ച കുപ്പിയും നീ തൂക്കി. അല്ലടാ പാട്ടി. ആരാ അത്? ആരാ? പെർഫെക്റ്റ് ടൈമിംഗ് അല്ലേ? ആരോട് ചോദിച്ചിട്ടാണ് മഹാബാബി ലൈറ്റ് ഇട്ടത്? നീ ബാക്കപ്പ് സിഗ്നൽ ഇടുമ്പോ ലൈറ്റ് എത്തണമെന്ന്. ബാക്കപ്പ് സിഗ്നൽ അല്ല, എന്റെ ബാക്കിൽ നിന്ന് വന്ന സിഗ്നലാ. വളിക്ക് വിളിയേക്കാൻ നാണം ഇടറി. ഇന്നിവിടെ നിന്ന് എന്തുകൊണ്ടായാലും ഉമ്മാരെ തലയിരുന്നോളൂ. ഒരു മിനിറ്റ്. ആ അതൊക്കെ ശരി. യവന്മാർ എവിടെയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അത് പിന്നെ ബാക്കി പറ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോടാ. നീ ആ ടോമി അല്ലേടാ? തോമസ് ആൽവ എഡിസൺ. നിന്റെ വഴുപൂരാൻ വന്നേ ഞാൻ. തർക്കുത്തരം പറയുന്നോടാ നീ. ഓ പിന്നെ ചരിത്രം പറഞ്ഞാൽ നീ എനിക്ക് ഫുൾ മാർക്ക് തരും. ഒന്ന് പോടാ ഇറങ്ങാൻ. നീയൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസാ? നിന്റെ പെരയാൻ തല്ലി പൊളിക്കും. അതറിയരുത്, എന്റെ മോൻ ജർമ്മനി. ഓ സ്വന്തം മോനൊക്കെ വിദേശത്ത്, എന്നിട്ടാ നാറി എനിക്ക് ജർമ്മനിക്ക് പോകാൻ ഓഫർ വന്നപ്പോ നീ ഞാൻ പുറത്തു എപ്പോഴോ എന്ന് പറഞ്ഞത് മുടക്കിയത്. 10ാം ക്ലാസ്സിൽ 10 മുട്ടയിട്ട് നീ എന്തിനാണ് ജർമ്മനിക്ക് പോയിട്ട്? ജർമ്മൻ ചപ്പാടിന്റെ കാഷ്ടന്മാരായിരുന്നു. എങ്ങനെ മുട്ടയിട്ടിരിക്കാതിരിക്കും? തന്നെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടോ? 10ാം ക്ലാസ്സിലൊക്കെ ഞാൻ ക്ലാസ്സിന് പുറത്തായിരുന്നു, അറിയോ? ബാക്ക് ബെഞ്ചിൽ മുത്തുച്ചിപ്പിയും വയറ് വായിച്ചോണ്ടിരുന്ന നിന്നെ പിന്നെ ക്ലാസിന്റെ വെളിയല്ല, പിന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്താണ്. അതൊക്കെ പോട്ടോ, ഓണപരീക്ഷയുടെ തലേന്ന് താൻ നിന്നെ കെട്ടിയിട്ട് എനിക്ക് പണിഷ്മെന്റ് തന്നില്ലടോ. പെൺപിള്ളാരുടെ മൂത്രപ്പുഴ ഒളിഞ്ഞു നോക്കിയാൽ നിനക്ക് ഞാൻ പണിഷ്മെന്റ് അല്ല, നിനക്ക് ഞാൻ പത്മഭൂഷൺ തരാം. പെണ്ണ് കേസോ? അനാവശ്യം പറഞ്ഞാൽ കണ്ണടിക്കാൻ പൊട്ടിക്കും. ഇങ്ങോട്ട് വേടാ, എനിക്ക് കരാട്ടയും കുംഫും ഒക്കെ അറിയണ. കാനട്ടത്തിന്റെ കുംഫും കയറട്ടെ. കഴിഞ്ഞില്ലേ പ്രശ്നം? തീർന്നേ? നല്ല സ്കൂട്ടാവാം, ഇല്ലെങ്കിൽ ഇതും എൻ്റെ തലയിരിക്കും. അങ്ങനാണ് തൊമ്മി പഞ്ചറായത്. അയ്യോ, എന്നാലും നീയൊക്കെ എന്നാ വാഴക്കയാളാ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? താമേണ്ടത് താൻ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാത്തിനും കാരണം. അവൻ്റെ ഒരു പവർ സാധനം വെച്ചിട്ടുണ്ട് ഞാൻ. യു ചെയർമാൻ. ഇനി എടുക്കൊന്നും വേണ്ട. ഓടാകണം അപ്പോൾ അവിടെ നിന്നിച്ച്. നീ ഫോൺ എടുക്കുക, എന്നിട്ട് കാര്യം പറ. ചെയർമാൻ ഇല്ലേ, അയൺമാൻ ഒന്നും അല്ലല്ലോ. ഇടിയും കീടി കൊള്ളാം. എടുക്കല്ലേ? ഹലോ
എന്നാലും ഇവന്മാർ എന്താണ് ഈ റൂമൊക്കെ കാഴ്ച കൂട്ടിയിട്ട് ഇത് കണ്ടില്ലേ ഇവന്മാർക്കൊന്നൊരു ഭക്ഷണത്തിനോടൊരു ബഹുമാനം ഇല്ല എന്നതൊക്കെയാണ് ഇതെന്നാടാ ഉണക്കമുന്തിരിയാ ഉണക്കമുന്തിരിയ അയ്യേ 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 തന്നെ തിന്ന അയ്യേ അത് ഉണക്കമുന്തിരി ഒന്നും അല്ലത്. ഇല്ല ആടോ ഹലോ നിങ്ങൾ മാവിലില്ലടാ. അത് പിന്നെ ചേട്ടാ ഒരു പ്രശ്നമുണ്ട്. തിരുവാതിര പ്രാക്ടീസ് തുടങ്ങി. നിങ്ങൾ ഓടറാ. ഈ ആടിന് നീയൊക്കെ തൂക്കിയാ? നിനക്കറിയാം ആടിൻ്റെ ഓർമ്മ? അറിയാം. അതിന് ആട്ടുമല വെക്കുന്ന ഒരാളേ ഉള്ളൂ ഇവിടെ, മറിയാൻ പറ്റി. ആ തള്ളയോട് ഞാൻ എന്നെ ആടിനെ ചോദിച്ചാ അന്നേരം ആ തള്ള സമ്മതിച്ചില്ല. എന്നാ പിന്നെ നമുക്കവിടെ പോയി നോക്കിയാലോ? പോകായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. തള്ള ഏതോ കാലിനെ കണ്ട് അറ്റാക്ക് വന്ന് ആശുപത്രി കിടക്കുവാന്നാ പറഞ്ഞു. കാലിന് എന്തുണ്ടെന്ന് പറഞ്ഞു? ഇന്നലെ രാത്രി ഇന്നലെ എനിക്കൊരു സംശയം. അപ്പൊ നീ പറഞ്ഞു വരുന്ന ആ തള്ള കണ്ട കാലം നമ്മുടെ മാവിലേന്നൊന്നു? ഉറപ്പില്ല, എന്നാലും ചാൻസ് ഉണ്ട്. എന്തായാലും വരട്ടെ. വന്നിട്ട് ആരാ? കൊച്ചച്ഛനാണ് അവന്റെ പള്ളിയിലെ പുതിയ കൊച്ചച്ഛനാ. ഇവിടുത്തെ അമ്മച്ചി എന്തുകൊണ്ട് പേടിച്ചെന്ന് കേട്ടു. അത് വെഞ്ചിരിക്കാൻ കൊണ്ടുപോയി. ആ ആണോ? ദുഷ്ടപിശാചികൾ നിങ്ങളെ വന്ന് ആക്രമിക്കും, പേടിക്കേണ്ട. അച്ഛൻ പ്രാർത്ഥിക്കുന്നതോടെ അത് മാറിക്കൊള്ളും. അല്ല, എവിടെ വെച്ചാണ് ഇത് സംഭവിച്ചത്? എവിടെ വെച്ചാ കണ്ടെന്ന് പറഞ്ഞത്? ആ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിയപ്പോ എന്തോ കണ്ട് പേടിച്ചാണെന്ന് തോന്നച്ച. അമ്മച്ചി എന്തെങ്കിലും പറഞ്ഞായിരുന്നു? കാലൻ കാലെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇനി ശരിക്കും കാലനായിരിക്കൂ? ഏയ് മൂപ്പരാവാൻ വഴിയില്ല. മൂപ്പരായിരുന്ന കണ്ടവിടെ കൊണ്ടുപോയി ഈ എടുത്ത സാധനം പാതി വഴി കിട്ടുമെന്നവരോട് പുള്ളിക്കില്ലല്ലോ. ഫണ്ണടിച്ചേ. ഈ തള്ളയെന്ന് പറയുന്നത് തപ്പായിരുന്നു. ഒരു വഴിയുണ്ട്. ചേച്ചി പോയി കഥകളൊക്കെ കൂട്ടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചോണ്ടിരിക്കാം. അച്ഛൻ സാത്താന്ന് പോയി കടല് കടന്നു സ്തോത്ര 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 കർത്താവേ നഗരം. അവൻ്റെ കോപ്പിലൊരു ഐഡിയ. ഇനി വീട്ടിൽ തപ്പാൻ ഒരിടം ബാക്കിയില്ല. അതിൻ്റെ അതുമില്ല. എടാ വാടാ. ഇതാ പറയുന്നത് കുന്തം പോയാൽ കുടത്തിലും തപ്പണം. ഇവിടെ താഴെ വെച്ച് ഇതൊന്നല്ലായിരുന്നല്ലോ പറഞ്ഞത്. അത് പിന്നെ മാവേലി ഡേ എഴുന്നറാ. ഡേ ഡേ ഇപ്പൊ പരിപാടി തുടങ്ങുന്നു. ഹലോ, ഇത് തൊമ്മിയാ. തുമ്മിയെങ്കിൽ വല്ല മരുന്നും മേടിച്ച് കഴിക്കും. നീയൊക്കെ ഇപ്പൊ ചിരിച്ചോ? നിന്റെയൊക്കെ ചിരി ഞാനിപ്പോ കറപ്പിച്ചു തരാം. ആരത്? നീയൊക്കെ എന്റെ വീട്ടിൽ കയറി കാണിച്ച കൂത്തിന് ചോദിക്കാൻ എനിക്ക് പോലീസൊന്നും വേണ്ട. പിന്നെ എന്റെ സൂട്ട് കേസ് അത് 24 മണിക്കൂറുള്ളിൽ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വെച്ചിട്ട് പോടാ വ്യാളി. ഇനി സംസാരമില്ല, പ്രവൃത്തി മാത്രം.